തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും നമ്മളോട് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാനിനി നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഈ 2026 എന്ന ഒരു വർഷത്തെ, പുതുവർഷത്തെ സ്വീകരിക്കാൻ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ 2026 കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 2024 കഴിഞ്ഞ് 2025 വരുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു പുതിയ വർഷം, ഒരു പുതിയ സ്റ്റാർട്ട് എന്ന് വിചാരിച്ച് പലതും ഉദ്ദേശിച്ചിരുന്ന, നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും സമയം കളഞ്ഞിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇന്നും ഇന്നലെയുമായി എത്ര മരണങ്ങളാണ് നമുക്ക് ചുറ്റിലും നടന്നിട്ടുള്ളത്. ഞാനിങ്ങോട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വാർത്തയും കേട്ടുകൊണ്ടാണ് വന്നത്. ഇവിടെ എനിക്ക് കൃത്യമായിട്ട് ആളറിയില്ല, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, മരണം അറിയിക്കാനുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഇന്ന് വഫാത്തായി എന്ന ഒരു അറിയിപ്പ് കേട്ടുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറിയത്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മരണങ്ങളെല്ലാം, ഈ സമയങ്ങളെല്ലാം, ഈ മിനിറ്റുകളെല്ലാം, ഈ സെക്കൻഡുകളെല്ലാം, ഈ മണിക്കൂറുകളെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിനക്കുള്ള അവസരമാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ജീവിതം നൽകിയതാരാ? അള്ളാഹുവാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കേവലം വാക്കുകൾക്കപ്പുറം, താക്കീതുകൾക്കും മുന്നറിയിപ്പുകൾക്കും അപ്പുറം ഒരു മഹാനായ പ്രവാചകനെ ഈ വിശുദ്ധ ഖുർആനും ഈ അധ്യാപനങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിൻ്റെ മഹാത്മ്യങ്ങളിലെ ഒരു മാതൃകയായി അള്ളാഹു സുബ്ഹാനഹു തആല റസൂലായി നമുക്ക് അവതരിപ്പിച്ചു തന്നു. അവിടെയും തീർന്നില്ല. ആ റസൂലിനെ കണ്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഖൗമ്, നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായ പച്ച മനുഷ്യരായ സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് ദീൻ, എന്തല്ല ദീൻ, എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഓരോ സെക്കൻഡും എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളത് ആ സ്വഹാബത്തിലൂടെയും നമുക്ക് പഠിച്ചോൻ പഠിപ്പിച്ചു തന്നു. അവിടെയും തീർന്നില്ല. രണ്ടാമത്തെ ഏറ്റവും നല്ല ഉമ്മത്ത് എന്നറിയപ്പെടുന്നത് ആരാ? താബികളാണ്. ആ താബികളിലൂടെയും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു എങ്ങനെയൊക്കെ സമയത്തെ നമുക്ക് കൃത്യമായി വിനിയോഗിക്കാം എന്നുള്ളത്. അവിടെയും തീർന്നില്ല. മറ്റൊരു ഖൈർ ഉമ്മത്തായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു തബഉ താബികൾ, അല്ലെങ്കിൽ താബി എന്ന് നമ്മൾ വിളിക്കാറുള്ള ആ 3-ാം നൂറ്റാണ്ട്. അപ്പോൾ അത്രയും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു ദുനിയാവ് എന്താണ്, ആഖിറ എന്താണ്, എങ്ങനെയൊക്കെ ആകണം നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി പടച്ച റബ്ബ് നമുക്ക് മനസ്സിലാക്കി തന്നു മനുഷ്യ ജീവിതത്തിലൂടെ തന്നെ. സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉറപ്പ് നൽകിയ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇവിടെ ഇരിക്കുന്ന, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും മരണം എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ഉറപ്പ് അനുഭവിക്കും, ആസ്വദിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ഉറപ്പെന്താ? പടച്ചോൻ പറയാൻ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരണത്തോടുകൂടി തീരുമെങ്കിൽ അവിടെ തീരുമായിരുന്നു. പക്ഷേ പടച്ച റബ്ബ് രണ്ടാമത്തെ ഉറപ്പ് അവിടെ പറഞ്ഞു തന്നു, മുന്നറിയിപ്പ് നൽകി. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഈ മരണത്തോടുകൂടി, ഖബർ ജീവിതത്തോടുകൂടി നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്കൊരു ഖിയാമത്ത് നാൾ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരാനുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും. അവിടെ നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്ത് പ്രവർത്തിച്ചുവോ അതിനുള്ള പ്രതിഫലം കൃത്യമായി നൽകുന്ന ഒരു നാൾ, പ്രതിഫല ദിവസം, ഖിയാമത്ത് നാൾ വരാനുണ്ട്. മൂന്നാമത്തെ ഒരു ഉറപ്പ് കൂടി പടച്ച റബ്ബ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആ പരലോകത്ത് അവിടെയും തീരുന്നില്ല. വിചാരണ നാളോടുകൂടി അവസാനിക്കുമായിരുന്നുവെങ്കിൽ നമുക്കൊരാശ വെക്കാമായിരുന്നു. പക്ഷേ പടച്ച റബ്ബ് വീണ്ടും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, എത്ര തന്നെ നിഷേധിക്കാൻ നിങ്ങൾ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയാലും
അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം അത് സത്യമാണ്, വന്നാറു ഹഖ്ഖുൻ, നരകം അതും സത്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പടച്ചോൻ പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം എന്താ? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് എന്താ? ഇല്ലാ മതാഉൽ ഗുറൂർ, അത് കേവലം നിങ്ങളെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു വസ്തുവല്ലാതെ, വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ ദുനിയാവും ആ പരലോകവും ആ സ്വർഗവും ആ നരകവും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ച റബ്ബ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എന്തിനാണ് വീണ്ടും നമ്മൾ പിന്നോട്ടടിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു വിശുദ്ധ ഖുർആനിലെ ആയത്ത്, സൂറത്തു ത്വാഹയിലെ 55-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മനുഷ്യരെ, നിങ്ങൾ വന്നിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണിൻ്റെ സത്തിൽ നിന്നാണ്. തീർച്ചയായും അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം കൊണ്ടുവരും. അവിടെയും തീർന്നില്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാണ്, അതേ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. എത്ര കൃത്യമാണ് ആ വിഷയം. മണ്ണിലേക്ക് കടക്കുന്നതോടുകൂടി കഴിയുമായിരുന്നു ഈ ജീവിതമെങ്കിൽ എത്ര സുന്ദരം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനെ പറ്റിയും ബേജാറ് വേണോ? പരലോകം ഇല്ല എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കാം. നമ്മൾ എന്തിനാ ഇങ്ങനെ ഇടങ്ങാറാകുന്നത്? പക്ഷേ പടച്ചോൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു, ആ മണ്ണിലേക്ക് നിങ്ങളെ ഇറക്കി വെച്ച് നിങ്ങളുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും കുടുംബക്കാരും അയൽവക്കാരും നാട്ടുകാരും എല്ലാം അവരവരുടെ വീടുകളിലേക്ക് അവരവരുടെ പാടുകൾ നോക്കി പോകുമ്പോൾ അവിടെ തീരുന്നതല്ല നിന്റെ ജീവിതം. പടച്ചോൻ പഠിപ്പിച്ചു തന്നു, അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സഹോദരങ്ങളെ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ അഥവാ ഖിയാമത്ത് നാൾ അതെപ്പാ? അത് പടച്ചോനെ അറിയുന്നു. മതസാ, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അന്ത്യനാൾ, എപ്പോഴാണ് ഈ ഖിയാമത്ത് നാൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച ചോദ്യം അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാമ്പായി വരേണ്ടത്. ബിമ അഅദത്ത ലഹാ, ഈ അന്ത്യനാളിന് വേണ്ടി നിങ്ങളിങ്ങനെ ഒരുങ്ങിയോ എന്നുള്ള ഒരു ചോദ്യമാണ്. അന്ത്യനാളിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? വിഭവങ്ങൾ വേണം സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിഭവങ്ങൾ വേണം. റിസ്ക് നമ്മുടെ കൂടെ വേണം, അല്ലെങ്കിൽ പാതയം സാദ് നമ്മുടെ കൂടെ ഉണ്ടാകണം. നിങ്ങൾ യാത്രക്കുള്ള പാതയം ഒരുക്കണം. ഏത് യാത്ര? നമ്മുടെ ഏറ്റവും അവസാനത്തൊരു യാത്ര അല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആ മൗത്ത് എന്ന് പറയുന്ന അവസാനത്തെ ആ ഒരു യാത്രയാണ്. ആ യാത്രയിലേക്ക് യാത്രാ പാതേയമായി സാദായി എന്താ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മളൊക്കെ ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കി, എന്തൊക്കെ വിഭവങ്ങളാണ് പരലോകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന എത്ര അമലുകൾ, എത്ര കർമ്മങ്ങൾ എൻ്റെ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന എത്ര സമയങ്ങൾ, എത്ര മിനിറ്റുകൾ, എത്ര സന്ദർഭങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്? അള്ളാഹു ഇഷ്ടമില്ലാത്ത എത്ര എത്ര കാര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. പടച്ചോൻ പുറത്തു തരട്ടെ. സഹോദരങ്ങൾ, ഇതാ യാത്രാ വിഭവം എന്ന് പറയുന്നത്. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അതിന് പ്ലാൻ ഇടും. ഇന്ന സ്ഥലത്താണ് നമ്മൾ ഡെസ്റ്റിനേഷൻ, അവിടത്തേക്കാണ് പോകേണ്ടത്. ഒരു മാസം മുമ്പേ നമ്മൾ തുടങ്ങും, അതിനുള്ള ഫണ്ട് ശേഖരിക്കും. അതേപോലെ തന്നെ പോകേണ്ട ആളുകളെ നമ്മൾ കൂടെ കൂട്ടാനുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ചർച്ചകൾ നടക്കും. നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഒരുക്കി വെക്കും. എന്നാൽ ഒരുക്കി വെക്കാതെ ഒരുത്തൻ ട്രിപ്പിന് പോയാൽ അങ്ങനെ ഉണ്ടാകും? ആ അവസ്ഥയായിരിക്കും. അത് പടച്ചോൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു. സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, എന്നെ നിങ്ങളെ വിളിക്കുന്ന പടച്ചോൻ. എന്നിട്ട് പറയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഓരോരുത്തരും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളണം എന്നുള്ളതാണ്. വളരെ കൃത്യമാണ് സഹോദരങ്ങളെ ആ വിഷയം. അതുകൊണ്ട് തന്നെ അന്ത്യനാളിനേക്കായി അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനേക്കായി ഞാനും നിങ്ങളും എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഉതകുന്ന ഒരു വാചകമാണ്. അദ്ദേഹം സൂചിപ്പിച്ചു, മാമിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി യബ്ന ആദം. നമ്മൾ ഓരോ ദിവസവും രാവിലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ആ പ്രഭാതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ദിവസം നമ്മളെ വിളിക്കുന്നതാണ്, യബ്ന ആദം, മനുഷ്യ. എന്നിട്ട് പറയും, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദുൻ, നീ എന്നിൽ എന്താണോ പ്രവർത്തിച്ചത്, നീ ഈ ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ഒരാളാണ് ഞാൻ.
വതസവ്വദ്, അതുകൊണ്ട് നീ പാതേയമൊരുക്കണം, മിന്നി, എന്നിൽ നിന്ന്. ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസം നമ്മളോട് പറയാം, ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാനെങ്ങാനും പോയി കഴിഞ്ഞാൽ, എന്നെ നിനക്ക് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല എന്ന് ഓരോ ദിവസവും നമ്മളോട് വിളിച്ചോതുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എത്ര ശ്രദ്ധേയമാണ് ആ വാക്കുകൾ. ഞാൻ ഈ പറഞ്ഞു വെച്ച ആ മിനിറ്റ് എനിക്ക് വീണ്ടെടുക്കണം എന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചാലും എത്ര പരിശ്രമിച്ചാലും ആ മിനിറ്റ് എനിക്ക് തിരിച്ചു കിട്ടുകയില്ല. എന്നതുപോലെ തന്നെ നമ്മുടെ ആയുസ് അത് കൃത്യമായി വിനിയോഗിക്കാൻ, റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം മുന്നേറാൻ നമുക്കൊക്കെയും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കൂടെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ഭാഗങ്ങളിലും ഒരുപാട് സ്വഹാബിമാർ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ടിരിക്കെ ഒരു ചെവി കീറിയ ഒരു ആടിൻ്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. സ്വഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ദീനാറ് ഇതിന് പ്രതിഫലമായി ഇതിനെ വാങ്ങാൻ ആരാണുള്ളത്? സ്വഹാബികൾ ആ സമയത്ത് തന്നെ തിരിച്ചു പറയുന്ന മറുപടി, പ്രവാചകരെ, ഇതിനൊന്നും തരാതെ തന്നെ കൊണ്ടുപോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒരു പ്രതിഫലവും കൂടാതെ നിങ്ങൾക്കിത് ലഭിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? സ്വഹാബികൾ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് കാണുന്നില്ലേ ഈ ആടിൻ്റെ ചെവി കീറിയ നിലയിലാണ്, അതായത് അംഗഭംഗം ഭംഗിയ ഒരു വൈകൃതമായ രീതിയിലുള്ള ഒരാടാണ്. അപ്പോൾ ആ ആടിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതിനൊരു വിലയില്ല, ചത്താ പിന്നെ അതിന് പറയും വേണോ എന്ന് സ്വഹാബികൾ ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസിൽ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. അല്ലാഹുവാണ്, ദുനിയാവിനെ അള്ളാഹുവിൻ്റെ അടുത്ത് ഇത്ര പോലും വിലമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാണ്. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം, താരതമ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും നല്ല ഉപമ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. ആരെങ്കിലും കടലിൻ്റെ അരികിലേക്ക് പോയി അതിൻ്റെ ഒരു ചെറിയ ചൂണ്ടുവിരൽ മുക്കിയെടുത്തിട്ട് കടലിൽ നിന്ന് എന്താണോ അവന് കിട്ടിയത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദുനിയാവ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അള്ളാഹു തന്നെ പഠിപ്പിച്ചു തന്നു, മതാഉൽ ഖുറൂർ, വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന ഒരു വസ്തുവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാണ്. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ, ഇത് കളിയാണ്, വലഹുൻ, അത് തമാശയാണ്, വസീനത്തുൻ, അത് ചില അലങ്കാരങ്ങളും മോടി പിടിപ്പിക്കലുമാണ്, വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തനിമ നടിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളാണ് മികച്ചത് എന്ന് പോരടിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദി, സമ്പത്തിന്റെ വിഷയത്തിലും സന്താനങ്ങളുടെ വിഷയത്തിലും പെരുമ നടിക്കാനുള്ള ഒരു വിഷയവും മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരന്മാരെ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ആ ആയത്ത് അടിക്കടെ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ നിന്നൊന്ന് പിറകോട്ടടിക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, നീ ദുനിയാവിന് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട് ഒരുപാട്, ആഖിറത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഉമ്മയോടും ഉപ്പയോടുമുള്ള ബാധ്യതകൾ മറക്കുന്നു എന്ന് സ്വയം തോന്നുന്ന ആ ഒരു വേളയിൽ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ട ഒരേ ഒരു വാക്യം, പരലോകമുണ്ടല്ലോ, സത്യമാണല്ലോ, ആ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഈ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സ്വന്തത്തോട് ചോദിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അറിയുക, പരലോകമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലയിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തന്നതുപോലെ തന്നെ, ബൽ തുക്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, വീണ്ടും വീണ്ടും പടച്ചോൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ദുനിയാവിനാണ്, പക്ഷേ ഈ ദുനിയാവ് നശിച്ചു പോകും. അദ്ദുനിയ ഫാൻ, ദുനിയാവ് നശിക്കും. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നെന്നും ബാക്കിയാകുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ വൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, എന്നെന്നും ബാക്കിയാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുനിയാവും ആഖിറവും നേർക്കുനേർ വന്നിട്ടുണ്ട് എങ്കിൽ ദുനിയാവിനപ്പുറത്ത് ആഖിറം തിരഞ്ഞെടുക്കാൻ ഇനിയെങ്കിലും നമുക്കൊക്കെയും സാധിക്കേണ്ടതുണ്ട്. വേറൊന്നല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്,
നമ്മുടെയൊക്കെ ഈ ആയുസ് തീരുമല്ലോ, സംശയമൊന്നുമില്ല. മരണം ഉണ്ട് എന്നുള്ളത് ഉറപ്പില്ലാത്ത ഒരാളും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല, ഈ വാക്ക് കേൾക്കുന്നുണ്ടാവില്ല. സത്യമല്ലേ? മരണമുണ്ട്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും നമുക്കൊക്കെ അറിയാം. ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാലും നമ്മളൊക്കെയും പരലോകത്തെ മറന്നു പോകുന്നു. എന്തുകൊണ്ട്? അതാണ് ഇവിടെ വിഷയം പറഞ്ഞത്. ദുനിയാവിലേക്ക് നമ്മൾ അമിതമായി ചായുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റിയൊക്കെ ദുനിയാവിലേക്ക് പോകും. ഒരു ഖുർആൻ പഠിക്കേണ്ട ഒരു 5 മിനിറ്റ് നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ പോകുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് പല തിരക്കുകളുമാണ്. എന്താ നമ്മുടെ തിരക്ക്? നമ്മളെ ബിസിനസ് നമ്മുടെ ഒരു തിരക്കാണ്. നമ്മളെ ഫോണ് തോണ്ടൽ അത് നമ്മളെ വലിയൊരു തിരക്കാണ്. നമ്മളെ വീട്ടിൽ സോഫയിൽ കാലും കയറ്റി വെച്ചിരിക്കുക എന്നുള്ളത് നമ്മളെ വലിയൊരു തിരക്കാണ്. കൂട്ടുകാരുടെ കൂടെ വെറുതെ അങ്ങനെ നടന്നു പോകുക എന്നുള്ളത് അതൊരു തിരക്കാണ്. ഇത്തരം തിരക്കുകളെല്ലാം അവസാനിച്ചിട്ട് പടച്ചോനിലേക്കൊന്ന് മടങ്ങാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം ഒന്ന് തീരുമാനിക്കുക, ദുനിയാവിന് വേണ്ടിയിട്ടാണോ ആഖിറത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരാണ് നമ്മളെല്ലാവരും. ആ ഒരു ബുദ്ധിശൂന്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദുനിയാവിന് വേണ്ടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പരലോകം നഷ്ടം. പരലോകത്തിന് വേണ്ടി ജീവിച്ചാലോ ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യം കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا عباد الله اتقوا الله. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതിന് ശേഷം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് അസ്ലിഹു ദുനിയാക്കും. നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിൻ്റെ വിഷയം നന്നാക്കണം. ദുനിയാവ് മറക്കരുത്. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിലെ നമ്മുടെ ഓഹരി നമ്മൾ മറന്നുകൊണ്ടുള്ള ജീവിതം വേണ്ട. എല്ലാവിധ ഹലാലായ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഒരു സംശയവും വേണ്ട. അസ്ലിഹു ദുനിയാക്കും. പക്ഷെ ആ ദുനിയാവിനെ നമ്മൾ നന്നാക്കണം. എന്നിട്ട് പടച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് വഅമലൂ ലിആഖിറതികും. പക്ഷേ അത് മാത്രം കേട്ട് ബാക്കിയുള്ള ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ജീവിതം നമുക്ക് പറ്റൂല. ആദ്യം കേട്ടതാണ് ഇതിൻ്റെ രണ്ടാമത് കേൾക്കണം. എന്താണ്? വഅമലൂ ലിആഖിറതികും. നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. കഅന്നകും തമൂതൂന ഗദാ. നിങ്ങൾ നാളെ മരിക്കും എന്ന പോലെ പരലോകത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എത്ര വിശാലമാണ് ആ വിഷയം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്തിനു വേണ്ടിയിട്ടാ? പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. ഇവിടെ നമ്മൾ വിത്തിടുന്നത് മാത്രമേ അവിടെ കൊയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ വിത്ത് നന്മയായിട്ട് ഇടുകയാണ് എങ്കിൽ അവിടെ നമുക്ക് കൊയ്യാൻ നന്മകൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അതല്ല, നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് എങ്കിൽ അവിടെ അങ്ങനെ തന്നെയാണ് കിട്ടുക. പടച്ചോൻ പുറത്ത് തരട്ടെ. ആമീൻ. മൂന്നാമത്തെ ഒരു ടീമുണ്ട്. ഇവിടെ എല്ലാവിധ തോന്നിവാസങ്ങളും കൃഷിയായിട്ട് ഇറക്കും. തന്നിഷ്ടങ്ങളും അതേപോലെ തന്നെ കൂട്ടുകാരുടെയും കൂടെയുള്ളവരുടെയും താല്പര്യങ്ങൾ പടച്ചോന്റെ താല്പര്യങ്ങളെക്കാളും മുൻഗണന കൊടുത്ത് ഇവിടെ കൃഷി ചെയ്യുന്ന, ഹറാമായി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് അവിടെ കൊയ്തെടുക്കാനുള്ളത് എന്താ സഹോദരങ്ങളെ? പടച്ചോൻ കാക്കട്ടെ. ആമീൻ. അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ജീവിതം എന്തിനാ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ജീവിതത്തിന്റെ പ്രാധാന്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിലൂടെ എന്നെ നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ഈ നമ്മുടെയൊക്കെ ഉടമ, സാക്ഷാൽ ഉടമ ആരാണോ അവൻ പറയുന്നു വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഐ യുവഹിദൂൻ. അല്ലാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാ എന്നെ നിങ്ങളെയും പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ ആരാധനയിൽ എത്ര കണ്ട് മുന്നേറാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനി പറയുകയാണ് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ്. എന്നിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ കമ്പനി മുതലാളിയുടെ സിഇഒൻ്റെ കൊങ്ങൊക്കെ പിടിക്കാൻ പോവുകയാണ്. എന്തിന്? ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ ഈ പ്രൊഡക്റ്റ് അതിനൊന്നും പറ്റുന്നില്ല, ഇത് വേഗം കേടുവരികയാണ്. എന്താണ്? നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കച്ചറ ഉണ്ടാക്കാൻ പോവുകയാണ്.
അപ്പോൾ ആൾ തിരിച്ചു പറയാണ്, ഞാൻ നിങ്ങളോട് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് തന്നെ, തരുന്ന സമയത്ത് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്ന കണ്ടീഷൻസൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും ഈ സാധനം എന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ദുനിയാവിൻ്റെ വിഷയത്തിലേക്കൊന്ന് തട്ടിച്ചു നോക്കും. ഈ ദുനിയാവ് പടച്ചോൻ നമുക്ക് സംവിധാനിച്ചു തരുമ്പോൾ ഇതിലുള്ളതെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ അള്ളാഹ് ഹറാമാക്കി. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ആയിരക്കണക്കിന്, നൂറായിരക്കണക്കിന് ഭക്ഷണ വിഭവങ്ങൾ ഈ ദുനിയാവിലുണ്ടല്ലോ. അതിൽ നിന്ന് ഹറാമായത് എത്രയേ ഉള്ളൂ? വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളൊന്ന് എണ്ണി നോക്ക്, വീട്ടിൽ പോയിട്ട് ഹറാമായ എത്ര ഭക്ഷണ വിഭവങ്ങളുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ന് എണ്ണി നോക്ക്, അല്ലെ എഴുത്, കൗണ്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പറയും എല്ലാ വിഭവവും തന്നു, പക്ഷെ ഒന്നും ചെയ്യരുത് എന്ന് പടച്ചോൻ പറഞ്ഞു. എത്ര വലിയ നന്ദികേടാണ് നമ്മൾ പറയുന്നത്. കുടിക്കുന്ന വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ 1,00,000-അപ്പുറം കുടിക്കാനുള്ള സാധനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സെറ്റ് ചെയ്ത് തന്നതാണ്, സംവിധാനിച്ചു തന്നതാണ്. അതിൽ എത്രയേ ഹറാമാക്കിയിട്ടുള്ളൂ? വളരെ കുറച്ച്. കൗണ്ട് ചെയ്താൽ, ഇപ്പം സമയം പോകൊണ്ടാണ്, ഇങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഹറാമാക്കിയിട്ടുള്ളൂ. സമ്പത്ത് പഠിച്ചോ നമുക്ക് തന്നു, അതിൽ പലിശ മാത്രം നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് പറ്റൂലേ? പലിശ മാത്രം നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അതിലേക്കാ ചാഞ്ചാടുന്നത്. എന്തേ? പഠിച്ചോ നമ്മൾ ഇടങ്ങാറാക്കാണ്, നമ്മൾ കുടുങ്ങിപ്പോകാണ് എന്നൊരു ചിന്തയാണ്. എത്ര നന്ദികേടാണ് നമ്മൾ കാണിക്കുന്നത്. 24 മണിക്കൂർ പടച്ചോൻ തന്നു, അതിൽ വെറും ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് മാക്സിമം 5 വക്ത് നിസ്കാരത്തിനായി പടച്ചോൻ നിങ്ങളോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു നമ്മളോട്. ഇത് പറയാണ്, ഓ നിക്കരിക്കുക ഈ എന്നെ നേരമുള്ളൂ, എന്നാൽ പിന്നെ ഇത് തരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. എത്ര നന്ദികേടാണ്. നിങ്ങളുടെ കൂട്ടിയൊക്കെ സ്വബൈ എത്ര മിനിറ്റ് ഉണ്ടാവും നിസ്കാരം? ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ എത്ര മിനിറ്റ് ഉണ്ടാവും? ളുഹർ എത്ര മിനിറ്റ് ഉണ്ടാവും? അസ്ർ എത്ര മിനിറ്റ് ഉണ്ടാകും? മഗ്രിബ് എത്ര മിനിറ്റ് ഉണ്ടാവും? ഇശ എത്ര മിനിറ്റ് ഉണ്ടാവും? ഇതേ ഉള്ളൂ. സഹോദരങ്ങൾ, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ 50 വക്ത് നിസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും സ്വീകരിച്ച് ഈ ഉമ്മത്തിനേക്ക് തരാനിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ 5 തന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എങ്കിൽ 50 വക്ത് നിസ്കാരമായിരുന്നു പടച്ചോ നമുക്ക് വാജിബാക്കിയിരുന്നത് എങ്കിൽ നമ്മൾ എത്ര ആളിന്ന് പള്ളിയിലുണ്ടാവും? ഒന്ന് ആലോചിക്കാമേ. നന്ദി പൂർവ്വം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുക. നമ്മൾ വിസ്മരിക്കരുത്, നമ്മൾ നന്ദികേട് കാണിക്കരുത്. നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതെല്ലാം അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ് നന്ദി കാണിക്കുന്നുണ്ട് എങ്കിൽ പടച്ചോൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്കത് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അല്ലാഹ് പറയാം, വല ഇൻ കഫർതും. നമ്മളതിൽ നന്ദികേട് കാണിക്കണോ? ഇന്ന അദാബി ലശദീദ്. വല്ലാത്തൊരു വാക്കാണ് പടച്ചോൻ പറയുന്നത്. പടച്ചോന്റെ അദാബ്, ശിക്ഷ അതികഠിനമാണ്. താങ്ങാൻ കരുത്തുണ്ടോ നമുക്ക്? എങ്കിൽ നേരിടുക പടച്ചോന്റെ ശിക്ഷ എന്ന ഒരു ചിന്തയായിരിക്കണം സഹോദരങ്ങളെ ഇബ്ലീസിനോട് നമുക്ക് പറയാനുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെയും ജീവിതത്തിന്, അഥവാ ഇഹലോക ജീവിതത്തിന്, ദുനിയവിയായ ജീവിതത്തിന് നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നുവോ ആ സമയത്തൊക്കെയും ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഹറാമുകളിൽ നിന്നും പിൻവലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ജീവിക്കാൻ ഇനിയെങ്കിലും നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിക്കുന്ന സംഗതി എന്താണെന്നറിയോ? അവസാനിപ്പിക്കാം. ഈ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ വായിച്ചെത്ര ആളുകളുണ്ട് ഇവിടെ? അന്ത്യനാളിന് കുറേ അടയാളങ്ങൾ പഠിപ്പിച്ചു തന്നു. എത്ര അടയാളങ്ങളാണ് ഒക്കെ വായിച്ചാരെങ്കിലും ഉണ്ട്? ഇതിൽ വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചൊരാൾക്കേ 5 വക്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഏകദേശം എല്ലാം വന്നു കഴിഞ്ഞു. ഇനി വളരെ തുലവും തുച്ഛേ വരാനുള്ളൂ. അതുമോ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. സമയത്തിൻ്റെ വിഷയം തന്നെ എടുത്തു നോക്കിയാൽ മതി. 1400 കൊല്ലത്തിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മണിക്കൂറുകൾ മിനിറ്റ് പോലെയാകും, മിനിറ്റുകൾ സെക്കൻഡ് പോലെയാകും. എത്ര കൃത്യം! നമ്മളെന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. 2010 പോയ പോലെയാണോ 20 പോയിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല. ഈ ഖുതുബ തുടങ്ങിയത് ഓർമ്മയുള്ളൂ, അവസാനിപ്പിക്കുക സമയമായി. ഇത്ര പെട്ടെന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ദുനിയാവിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാരാണ്. എന്നാൽ അതിൽ നിന്നും തിരിഞ്ഞു നടന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ വളരെ തുലവും തുച്ഛ. അവിടെ തന്നെ ആ കണക്ക് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നരകത്തിലേക്ക് 1000 ആളുകളെ പ്രവേശിക്കുമ്പോൾ ഒരാളെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ചിന്തിക്കുക, വിഷയം പഠിക്കുകയും ജീവിതത്തിൽ മാറ്റം വരട്ടെ. എത്ര കാലം എന്ന് വെച്ച് നമ്മൾ നിസ്കാരം ഒഴിവാക്കി പോകും സഹോദരങ്ങളെ? ഇന്നൊരു പക്ഷേ നമ്മൾ പലരുടെയും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അള്ളാഹു പുറത്തോട്ടെ. നാളെ
നമ്മളിൽ എത്ര ആളുകളുടെ മയ്യത്ത് നിസ്കാരത്തിന് നമ്മൾ പോകേണ്ടി വരും, പങ്കെടുക്കേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങൾ, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തും എന്നെന്താ ഇത്ര ഉറപ്പ്? എന്താ ഇത്ര ഉറപ്പ്? നമ്മൾ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെയും മക്കളെയും സഹോദരിമാരെയൊക്കെ കാണും എന്ന് ആരാ നമുക്ക് ഉറപ്പ് നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. വളരെ കൃത്യമാണ്. നാളെ എന്താണ് താൻ പ്രവർത്തിക്കുക എന്നത് ഒരു നഫ്സ് പോലും അറിയുകയില്ല. എവിടെ വെച്ചാണ് താൻ മരണപ്പെടുക എന്നുള്ളതും ഒരാളും അറിയുകയില്ല എന്ന് പടച്ചോൻ വളരെ കൃത്യമായി ഗൈബിയായ വിഷയങ്ങൾ പറയുന്നിടത്ത് പരിചയപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, ഇനിയും അമാന്തിച്ച് നിൽക്കരുത്. ദുനിയാവ് നശിച്ചുകൊണ്ടിരിക്കാൻ, നശിക്കുന്ന സാധനത്തിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും? ആ ഒരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ പരലോകത്തിനു വേണ്ടി പണിയെടുക്കുക, നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്രദ്ധരാകരുത്, വിചാരണയുണ്ട് എന്ന ഒരു ബോധ്യം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കൃത്യമായ തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ ഹബീബതങ്ങൾ, സബീതങ്ങളെ ഉപ്പ, അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ആ വ്യക്തിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.